ചെറുപുഴ കോഴിച്ചാൽ കട്ടപ്പള്ളിയിൽ കനത്ത മഴയെ തുടർന്ന് ഭീമൻ പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങി. തൊട്ടുതാഴെയുണ്ടായിരുന്ന മറ്റൊരു വലിയ പാറയിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത്. പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങി കാർഷിക വിളകളും നശിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പ്രദേശത്ത് പെയ്ത കനത്ത മഴയിൽ ചെറുപുഴ കോഴിച്ചാൽ കട്ടപ്പള്ളിയിൽ ഭീമൻ പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങിയത്. തൊട്ടു താഴെയുണ്ടായിരുന്ന മറ്റൊരു വലിയ പാറയിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പാലക്കാമറ്റത്തിൽ രാധാകൃഷ്ണ പറമ്പിലെ പാറക്കൂട്ടത്തിൽ നിന്നാണ് ഭീമൻ പാറക്കല്ലുകൾ ഇളകി ഉരുണ്ടിറങ്ങിയത്. ഇതോടെ രാധാകൃഷ്ണന്റെ 10 സെന്റോളം സ്ഥലത്തെ വിവിധ കാർഷിക വിളകൾ പൂർണ്ണമായും നശിച്ചു. സംഭവത്തെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഏതാനും മീറ്ററുകൾ കൂടി കല്ല് ഉരുണ്ടിറങ്ങിയിരുന്നുവെങ്കിൽ വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. കല്ല് വീണതിന് താഴെയുള്ള വീട്ടിൽ താമസിക്കുന്ന നിരപ്പേൽ ജോസിന്റെ കുടുംബമാണ് വലിയ ഭീഷണി നേരിടുന്നത്. നിലവിൽ ഇളകി നിൽക്കുന്ന വലിയ പാറകൾ ഏത് സമയത്തും താഴേക്ക് പതിക്കാമെന്ന ആശങ്കയിലാണ് കുടുംബം. കല്ല് മാത്രമായിട്ടാണ് ഉള്ളത്. അതിനിടയ്ക്ക് മരങ്ങളും ഒക്കെ ഉണ്ട്. കല്ലുകൾ കൂട്ടത്തോടെ ഒരു 10-15 സെന്റ് സ്ഥലത്തോളം ഉണ്ട്. അത് കല്ല് മാത്രമായിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു വലിയ പാറയുണ്ട്. ആ പാറയോട് ചേർന്നാണ് ഇപ്പോൾ വന്ന് അഴുങ്ങി നിൽക്കുന്നത്. അപ്പം പിന്നീട് ഇത് മണ്ണിടിഞ്ഞിട്ട് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ കല്ല് പുറകെ വരുന്ന കല്ലുകളല്ലേ എങ്ങോട്ടും ഇടിച്ചു മാറാലോ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിനാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം പറമ്പിലേക്ക് കയറിയാണ് വരിക. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇളകിയിരിക്കുന്ന കല്ലുകളൊന്ന് പൊട്ടിച്ച് ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളില്ല. ഇല്ലെങ്കിൽ വലിയ ദുരിതമാണ് നമുക്കൊക്കെ വരാൻ പോകുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന ഈ പാറകൾ എത്രയും വേഗം പൊട്ടിച്ചു മാറ്റുകയോ സുരക്ഷിതമായി നീക്കം ചെയ്യുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. മഴക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പാറയിടിച്ചിൽ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര പരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.